Welcome, dear students. Today we are going to learn about the fifth chapter of social science, that is Ancient Tamilagam. പ്രാചീന തമിഴകം എന്ന അധ്യായമാണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്. Ancient Tamilagam, that was a place, a region that extends from Tirupati in Andhra Pradesh to Kanyakumari, including Kerala, and a different style of life that existed this region, and we are going to study the features of this ancient Tamilagam. Andhra Pradeshile തിരുപ്പതി മുതൽ കന്യാകുമാരി വരെ വിശാലമായ ഒരു ഭൂപ്രദേശം, കേരളമടങ്ങുന്ന ആ ഭൂപ്രദേശത്ത് പുരാതന കാലത്ത് നിലനിന്നിരുന്ന ജീവിത സവിശേഷതകളെക്കുറിച്ച്, സാമൂഹ്യ സംവിധാനങ്ങളെക്കുറിച്ച് ഒക്കെയാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. വി ഗോട്ട് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദിസ് പീരീഡ് മെയിൻലി ഫ്രം മെഗാലിത്തിക് മോണുമെന്റ്സ് ആൻഡ് ഏൻഷ്യന്റ് തമിഴ് സോങ്സ്. മെഗാലിത്തിക് മോണുമെന്റ്സ്, മഹാശിലായുഗ സ്മാരകങ്ങൾ, അതുപോലെ പഴന്തമിഴ് പാട്ടുകൾ, ഏൻഷ്യന്റ് തമിഴ് സോങ്സ്. ദ മെഗാലിത്തിക് മോണുമെന്റ്സ്, ancient Tamil songs, coins, travelogues, and a few Tamil inscriptions are the major sources of information on the history of ancient Tamilagam. പുരാതന തമിഴകത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള മെഗാലിത്തിക് മോണുമെൻറ്റ്സ്, അതുപോലെ ഏൻഷ്യൻ്റ് തമിഴ് സോങ്സ്, കോയിൻസ്, ട്രാവലോഗ്സ്, യാത്രാ വിവരണങ്ങൾ, അതുപോലെ തമിഴ് ഇൻസ്ക്രിപ്ഷൻസ്, ഇവയിൽ നിന്നൊക്കെയാണ്. ഇതിൽ the practice of burying the remains of the deceased by placing them in a big urn prevailed in ancient Tamilagam. Such urns were known as urn burials or നന്നങ്ങാടി. നന്നങ്ങാടി എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരുടെ ശവമടക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏൺ ബറിയലാണ്. ഏൺ ബറിയൽസ്, പാത്രങ്ങൾ, വലിയ പാത്രങ്ങളിലാക്കിയിട്ടാണ് മരിച്ചവരുടെ ശവമടക്കിയിരുന്നത്. അത്തരത്തിലുള്ള നന്നങ്ങാടികളുടെ മുകളിലായിട്ട് ഇൻ സം ഏരിയാസ് ബിഗ് സ്റ്റോൺസ് വർ പ്ലേസ്ഡ് ആൻഡ് ദേ ആർ നോൺ ആസ് ദ മെഗാലിത്തിക് മോണുമെൻറ്റ്സ് ആൻഡ് ദ പീരീഡ് വെൻ ദേ വർ കൺസ്ട്രക്റ്റഡ് ഈസ് നോൺ ആസ് ദ മെഗാലിത്തിക് പീരീഡ്. ഈ മെഗാലിത്തിക് മോണുമെൻറ്റ്സ് നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തെയാണ് മെഗാലിത്തിക് പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മെഗാലിത്തിക് മോണുമെൻറ്റ്സ് എന്ന് നോക്കാം. മെഗാലിത്തിക് മോണുമെൻറ്റ്സിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റോക്ക് ചേംബർ. മുനിയറകൾ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള റിമൈൻസ് ഇവരുടെ ജീവിത രീതികൾ മനസ്സിലാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അംബ്രല സ്റ്റോൺ, കുടക്കല്ല് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. നന്നങ്ങാടികൾക്ക് മുകളിലാണ് ഇവ സ്ഥാപിച്ചിട്ടുള്ളത്. സർക്കോഫഗസ്, കൽത്തൊട്ടി, മറ്റൊരു മഹാശിലായുഗ സ്മാരകമാണ്. ഡോൾമെൻസ് അഥവാ കൽമേശകൾ. മെൻഹിർ അഥവാ നാട്ടുകല്ല്, കൂടാതെ സ്റ്റോൺ സർക്കിൾ, കൽവളയം, സിസ്റ്റ്, കല്ലറകൾ, ഇവയെല്ലാം സ്മാരക രൂപങ്ങളാണ്. അക്കാലത്തെ മഹാശിലാ സ്മാരക രൂപങ്ങൾക്ക് ഉദാഹരണമാണ് ഇവയെല്ലാം. ഈ മഹാശില സ്മാരകങ്ങളും പഴന്തമിഴ് പാട്ടുകളുമാണ് പ്രധാനമായും ആ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ നൽകുന്നത്. ബിസൈഡ്സ് ദീസ്, ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് അയൺ ടൂൾസ് ഹാവ് ബീൻ ഡിസ്കവേർഡ് ഫ്രം ദീസ് മെഗാലിത്തിക് മോണുമെൻറ്റ്സ്. ദ ഇൻക്ലൂഡ് സോഡ്, സ്പിയർ, നൈഫ്, ഹുക്ക്, ലാംപ്, നെയിൽ ആൻഡ് സോ ഓൺ. ഹെൻസ് ദിസ് പീരീഡ് ഈസ് നോൺ ആസ് അയൺ ഏജ് ഇൻ ദ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി. ദക്ഷിണേന്ത്യയിൽ അയൺ ഏജ്, ഇരുമ്പ് യുഗം എന്നറിയപ്പെടുന്നത് ഈ കാലഘട്ടത്ത് ആണ്. കാരണം ആ കാലഘട്ടത്തിൽ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച നിരവധി ഉപകരണങ്ങൾ, ആയുധങ്ങളും ഇവർ ഉപയോഗിച്ചിരുന്നു. സോഡ്, സ്പിയർ, നൈഫ്, ഹുക്ക് തുടങ്ങിയ ആയുധങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്നു. ഇവയൊക്കെ നിർമ്മിച്ചിരുന്നത് ഇരുമ്പ് കൊണ്ടാണ്. അതുകൊണ്ട് ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിലെ അയൺ ഏജ് എന്ന് ഈ കാലഘട്ടം അറിയപ്പെടുന്നു. ബ്ലാക്ക് ആൻഡ് റെഡ് വെയേഴ്സ് വർ യൂസ്ഡ് ഇൻ ദാറ്റ് പീരീഡ്. അകം കറുത്തതും പുറം ചുവന്നതുമായ പ്രത്യേക രീതിയിലുള്ള പാത്രങ്ങൾ, അതിൻ്റെ അവശിഷ്ടങ്ങളും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം പാത്രങ്ങളും ഇവർ ഉപയോഗിച്ചിരുന്നതായി കരുതുന്നു.
സൗത്ത് ഇന്ത്യയിൽ മെഗാലിത്തിക് സ്മാരക രൂപങ്ങൾ പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത് കൊടുമണൽ, അളഗറൈ, തിരുക്കാമ്പലിയൂർ, പഴനി, ആദിച്ചനല്ലൂർ, ചെറമനങ്ങാട്, മറയൂർ, ഉമിച്ചിപ്പൊയിൽ എന്നീ പ്രദേശങ്ങളിൽ നിന്നുമാണ്. കൊടുമണലിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള സിസ്റ്റ്സ് അഥവാ ശവക്കല്ലറകൾ എക്സ്കവേഷൻ നടക്കുന്ന, പുരാവസ്തു ഖനനം നടക്കുന്ന ആദിച്ചനല്ലൂരിലെ സൈറ്റാണ് ഇത്. മോണുമെന്റ്സ് കൂടാതെ ആ കാലഘട്ടത്തെക്കുറിച്ച് വിവരം ലഭ്യമാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സോഴ്സസ് ഓഫ് ഇൻഫോർമേഷനാണ് അക്കാലത്ത് ഇവർ രചിച്ച പഴന്തമിഴ് പാട്ടുകൾ. ആ പാട്ടുകളിൽ അവരുടെ ജീവിത രീതികളെക്കുറിച്ച്, സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് ഒക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ദ കളക്ഷൻ ഓഫ് ദീസ് തമിഴ് സോങ്സ് ഈസ് നോൺ ആസ് സംഗം ലിറ്ററേച്ചർ. This Sangam literature, that is the most ancient among the Tamil literature. It is generally believed that these poems that compiled in the period between BCE 300 to 300 CE, BCE 300-നും CE 300-നും ഇടയിലുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ പഴന്തമിഴ് പാട്ടുകൾ രചിക്കപ്പെട്ടത് എന്ന് കരുതുന്നു. ആ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് വിവരങ്ങൾ ഈ പഴന്തമിഴ് പാട്ടുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. One of the famous poet of this period was Auvayar. Auvayar was one of the famous poets. Besides this Auvayar, there were many women poets. They also wrote poems during those days. Among them, the Kabilar, Paranar, Marudai Nakiran, Palai Gaudamanar, etc. were the important poets wrote poems during those days. ഈ സംഘകൃതികളൊക്കെ തന്നെ വ്യത്യസ്ത ശാഖകളിലായിട്ട്, സാഹിത്യ ശാഖകളിലായിട്ട് പരന്നു കിടക്കുന്നു. ഏതൊക്കെയാണ് സംഘകൃതികളുടെ വ്യത്യസ്ത കാറ്റഗറീസ് എന്ന് നമുക്ക് നോക്കാം. സംഘകാലത്തിലെ പ്രധാന സാഹിത്യ വിഭാഗങ്ങൾ ഇതെല്ലാമായിരുന്നു. പതുപ്പാട്ട് വിഭാഗത്തിൽപ്പെട്ട തിരുമുറുക്കാട്ടുപടൈ, മധുരൈ കാഞ്ചി. എട്ടുതൊക്കൈ വിഭാഗത്തിലെ അകനാനൂറ്, പുറനാനൂറ്, പതിറ്റിപ്പത്ത് എന്നിവ ഉൾക്കൊള്ളുന്നു. പതിനെൺകീഴ് കണക്ക്, തിരുക്കുറൾ, മുതുമൊഴിക്കാഞ്ചി. ഗ്രാമർ ടെസ്റ്റിൽ ഉദാഹരണമാണ് തൊൽക്കാപ്പിയം. മഹാകാവ്യങ്ങൾ ചിലപ്പതികാരം, മണിമേഖലൈ എന്നിവ ഉദാഹരണമാണ്. The ancient Tamil literature that was broadly classified into two, അകംപാട്ടുകൾ and പുറംപാട്ടുകൾ. The theme of Agampaatugal is mainly personal and family affairs. It depicts the family affairs of the people during those days, and it was mainly personal matters. But in Purampaatugal, that treat external affairs like war and trade. The war, trade, rule, etc. are mentioned in this Purampaatugal. In Prajina Tamil songs, പ്രധാനമായിട്ടും രണ്ട് വിഭാഗത്തിൽപ്പെടുന്നു. ജനറലി വി ക്യാൻ ക്ലാസിഫൈഡ് ഇൻ ടു, അകംപാട്ടുകൾ എന്നും പുറംപാട്ടുകൾ എന്നും. അകംപാട്ടുകൾ എന്ന് പറഞ്ഞാൽ തീർത്തും ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, വ്യക്തിപരമായ കാര്യങ്ങളാണ്. കുടുംബത്തെയും കുടുംബത്തിലെ കാര്യങ്ങളെക്കുറിച്ചും ഫാമിലി അഫയേഴ്സും ഒക്കെ തന്നെയാണ് അകംപാട്ടുകളിൽ വിവരിക്കുന്നതെങ്കിൽ, ആ നാടിന്റെ പൊതുവായ കാര്യങ്ങൾ, സാമൂഹ്യ ജീവിതം, അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിത്രീകരിക്കുന്ന പാട്ടുകളായിരുന്നു പുറംപാട്ടുകൾ. തമിഴ് സാഹിത്യകൃതികളിൽ നിന്നും സംഘം ലിറ്ററേച്ചറിൽ നിന്നും അക്കാലത്തെ ഭൂപ്രകൃതി, അവിടെ ലഭ്യമായിരുന്ന വ്യത്യസ്തമായ റിസോഴ്സസ്, അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, ഡ്രസ്സിംഗ് പാറ്റേൺ, അവരുപയോഗിച്ചിരുന്ന ഓർണമെന്റ്സ്, അവരുടെ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്, കസ്റ്റംസ്, മേജർ ഓക്കുപ്പേഷൻസ്, അവരുടെ ബിലീഫ്സ്, വിശ്വാസങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നല്ലൊരു വിവരം ലഭിക്കുന്നു. While discussing the social life of the people of this ancient Tamilagam, we can see that their social life entirely depends upon Tirunais. The Tirunais had an important role in molding the social life of the people of this ancient Tamilagam. Let us see the features of these various Tirunais. പ്രാചീന തമിഴകത്തിലെ ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ജീവിതം വിവിധ തിണകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം,
നെയ്ത്താൾ എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട തിണകൾ. കുറിഞ്ചി എന്നത് ഹില്ലി ഏരിയ അറിയപ്പെട്ടിരുന്ന പേരാണ്. ഹണ്ടിങ് ആൻഡ് കളക്ടിങ് ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ് വർ ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ ഹില്ലി കുറിഞ്ചി. പെപ്പർ ആൻഡ് അതർ സ്പൈസസ് വർ കൾട്ടിവേറ്റഡ് ഹിയർ. കുറിഞ്ചിയിൽ പെപ്പറും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും കൃഷി ചെയ്തിരുന്നു. പുൽമേടുകളാണ്, ഗ്രാസ് ലാൻഡ്സ് ആണ് മുല്ലൈ എന്നറിയപ്പെട്ടിരുന്നത്. റിയറിംഗ് ഓഫ് കാറ്റിൽ വാസ് ദ മേജർ ഒക്കുപേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് മുല്ലൈ. ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ കാറ്റിൽ വെൽത്ത്, ദ പ്രാക്ടീസ് ഓഫ് സീസിങ് കാറ്റിൽ പ്രിവൈൽഡ്. ദിസ് പ്രാക്ടീസ് വാസ് നോൺ ആസ് വെച്ചി. മുല്ലയിൽ നിലനിന്നിരുന്ന ഒരു പ്രത്യേക പ്രാക്ടീസായിരുന്നു വെച്ചി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാറ്റിൽ വെൽത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, കന്നുകാലി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സമീപ പ്രദേശങ്ങളിൽ നിന്നും അവർ കന്നുകാലികളെ പിടിച്ചെടുത്തിരുന്നു. ആ പ്രാക്ടീസിനാണ് വെച്ചി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ദോസ് ഹു ചീഫ്ലി എൻഗേജ് ദ സ്റ്റീലിംഗ് കാറ്റിൽ വെർ ദ പീപ്പിൾ ഫ്രം പാലൈ, ദ ഡ്രൈ ലാൻഡ്സ്. ഡ്രൈ ലാൻഡ്സ് ആണ് പാലൈ. അവിടെയുള്ളവരാണ് പ്രധാനമായിട്ടും കന്നുകാലികളെ മോഷ്ടിച്ചിരുന്നത്. ചതുപ്പ് പ്രദേശങ്ങളായിരുന്നു മരുതം. റൈസ് ആൻഡ് ഷുഗർ കെയിൻ വെർ കൾട്ടിവേറ്റഡ് ഇൻ ദിസ് വെറ്റ്ലാൻഡ്. ദർ ആർ എവിഡൻസ് ഫോർ ദ യൂസ് ഓഫ് അയൺ പ്ലൗഷെയർ അഫിക്സഡ് ടു പ്ലവ് ഇൻ ദാറ്റ് പീരീഡ്. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കലപ്പകൾ അവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിനും തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഫിഷിംഗ് ആൻഡ് സോൾട്ട് പ്രൊഡക്ഷൻ വർ ദ മേജർ ഒക്കുപേഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ ദ കോസ്റ്റൽ റീജിയൻ നെയ്ത്താൾ. നെയ്ത്താൾ എന്നത് തീരപ്രദേശം അറിയപ്പെട്ടിരുന്ന പേരാണ്. അവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിൽ മത്സ്യബന്ധനവും ഉപ്പ് ഉൽപ്പാദനവുമായിരുന്നു. സോൾട്ട് വാസ് മെയ്ഡ് ബൈ ഇവാപ്പറേറ്റിംഗ് ദ സീ വാട്ടർ ഹെൽഡ് ഇൻ ദ സോൾട്ട് പാൻസ്. ഉപ്പളങ്ങളിൽ കടൽ ജലം വറ്റിച്ചാണ് ഉപ്പുണ്ടായിരുന്നത്. ഇങ്ങനെ നിരവധി തിണകളിലായിട്ടായിരുന്നു ഈ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ജീവിതം നിലനിന്നിരുന്നത്. ദ സംഘം ലിറ്ററേച്ചർ that mentions the practice of exchange of goods, that is called Noduthan. There were two markets existed there. They are Alla Lavanam and Nalangadi. Alla Lavanam, that is evening markets, and Nalangadi is the morning markets. Evening market and morning market. The people collect the commodities for their daily use mainly from these markets. One evening market and one morning market. This evening market that came to be known as Alla Lavanam, and morning market that came to be known as Nalangadi. Another important feature of their trade was the role of Umanar. That is salt. That was one of the important item of exchange during those days, and the people engaged in this trade was known as Umanar. Besides this salt, this Umanar also exchanged spices and different types of dried fish. Umanar എന്ന് പറയുന്ന ആ വിഭാഗം വ്യാപാരികൾ തീരപ്രദേശങ്ങളിൽ നിന്നും സോൾട്ടും ഉണക്ക മത്സ്യവും ഒക്കെ കളക്ട് ചെയ്തിരിക്കുകയും അത് കൊണ്ടുപോയി മറ്റു ചില പ്രദേശങ്ങളിൽ, ഇത് ലഭ്യമാകാത്ത പ്രദേശങ്ങളിൽ ഈ ഉണക്ക മത്സ്യവും സോൾട്ടും ഒക്കെ കൊടുത്ത് പകരം അവിടെ നിന്ന് പെപ്പറും ഫോറസ്റ്റ് പ്രോഡക്റ്റും ഒക്കെ കളക്ട് ചെയ്തിരുന്നു. ദീസ് എക്സ്ചേഞ്ചസ് വാസ് ലാർജലി ഡൺ ഡ്യൂറിങ് സമ്മർ. പ്രധാനമായിട്ടും സമ്മർ കാലഘട്ടത്തിലാണ് ഈ എക്സ്ചേഞ്ച് ഇവർ നടത്തിയിരുന്നത്, ഈ വ്യാപാരം നടത്തിയിരുന്നത്. എന്ന് പറഞ്ഞാൽ തീരപ്രദേശങ്ങളിൽ നിന്നും ഉമനാർമാർ സോൾട്ടും ഉണക്ക മത്സ്യവും ഒക്കെ കൊണ്ടുപോയി വിറ്റഴിച്ച് അതിന് പകരമായിട്ട് സ്പൈസസും ഫോറസ്റ്റ് പ്രോഡക്റ്റും ഒക്കെ തന്നെ മറ്റു ചില തിണകളിൽ നിന്നും കളക്ട് ചെയ്തിരുന്നു. ഇത് പ്രധാനമായിട്ടും സമ്മർ സീസണിലാണ് നടന്നത് എന്ന് പറയുന്നതോ, എന്തുകൊണ്ടായിരിക്കാം ഇത് സമ്മർ സീസണിൽ നടന്നത് എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സമ്മർ ഈസ് ദ ഹാർവസ്റ്റ് സീസൺ. പ്രധാനമായിട്ടും അക്കാലത്ത് വിളവെടുപ്പിന്റെ ഒരു കാലഘട്ടമാണ് സമ്മർ. അതുകൊണ്ട് ഒരു കാരണം ഇതാണ്. അതുപോലെ സോൾട്ട് ആൻഡ് ഡ്രൈഡ് ഫിഷ് വർ മെയ്ഡ് ഇൻ സമ്മർ. സോൾട്ടും ഡ്രൈഡ് ഫിഷും ഉണക്ക മത്സ്യവും ഒക്കെ നിർമ്മിക്കപ്പെടുന്നത്, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഈ സമ്മർ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഉമനാർമാരുടെ വ്യാപാരം പ്രധാനമായിട്ടും സമ്മർ കാലഘട്ടത്തിലാണ് നടന്നിരുന്നത്. ഈ കാലഘട്ടത്തിൽ
ഇവർക്ക് വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിന് നിരവധി തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും റോമൻ കോയിൻസ്, മെഗാലിത്തിക് കാലഘട്ടത്തിൽ കണ്ടെത്തിയിട്ടുള്ള റോമൻ കോയിൻസ് സൂചിപ്പിക്കുന്നത് ഇവർക്ക് ഈ കാലഘട്ടത്തിൽ റോമുമായിട്ടുള്ള വ്യാപാര ബന്ധം ആണ്. ദ മേജർ കമ്മോഡിറ്റീസ് ദാറ്റ് ദ റോമൻസ് took from ancient തമിഴകം were the spices, especially പെപ്പർ, കുരുമുളക്. അതായിരുന്നു റോമക്കാർ ഈ പ്രദേശത്ത് നിന്നും പ്രധാനമായിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോയിരുന്ന കമ്മോഡിറ്റി എന്ന് പറയുന്നത്. ഡ്യൂറിംഗ് ദോസ് ഡേയ്സ് ഇൻലാൻഡ് ആൻഡ് മാരിടൈം ട്രേഡ് were existed there. To control these trade activities, some ruling system that was very necessary. The trade of that period that was controlled by some power centers. The Cheras, the Cholas and the Pandyas were the power centers. They controlled the trade and other activities during those days. They were together called, these Cheras, Pandyas and Cholas were together called Muvandans. അപ്പോൾ മൂവണ്ടൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന 3 പവർ സെന്റേഴ്സ് ആയിരുന്നു. അക്കാലത്തെ പ്രധാനപ്പെട്ട ചില പോർട്ടുകൾ മുച്ചിരി, തൊണ്ടി, വാക്കൈ, മാൻറ്റായ്, കാവേരി പട്ടണം, ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട പോർട്ടുകൾ, തുറമുഖങ്ങൾ. ഈ തുറമുഖങ്ങളിലൂടെയാണ് മാരിടൈം ട്രേഡും ഇൻലാൻഡ് ട്രേഡും ഒക്കെ തന്നെ പ്രധാനമായിട്ടും നടന്നിരുന്നത്. പ്രാചീന കാലത്ത് തമിഴകത്തിൽ നിലനിന്നിരുന്ന ഒരു ജീവിത രീതിയെക്കുറിച്ച്, ഭരണ സംവിധാനത്തെക്കുറിച്ച്, സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് ഒക്കെയാണ് ഈ അധ്യായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയുമാണ് ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്.